ഈട്ടിപ്പാറ കുടിവെള്ള പദ്ധതി ജലസംഭരണിയുടെ നിർമ്മാണം ആരംഭിച്ചു. 50,000 ലിറ്റർ ശേഷിയുള്ള ടാങ്കാണ് നിർമ്മിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം ജോമി തെക്കേക്കര നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ജനപ്രതിനിധികളടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. ഈട്ടിപ്പാറ കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് നിർമ്മാണം തുടങ്ങി. ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി പല്ലാരിമംഗലം പഞ്ചായത്ത് 2-ാം വാർഡിൽ 74 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഈട്ടിപ്പാറ കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് നിർമ്മാണം ജില്ലാ പഞ്ചായത്ത് അംഗം ജോമി തെക്കേക്കര ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ സാമ്പത്തിക വർഷം മലയാളം ജില്ലാ പഞ്ചായത്ത് 40 ലക്ഷം രൂപ ആദ്യ ഗഡുവായി അനുവദിച്ചുകൊണ്ടാണ് ഈട്ടിപ്പാറ കുടിവെള്ള പദ്ധതി ആരംഭിച്ചത്. പക്ഷേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോൺട്രാക്ടറുടെ അനാസ്ഥയും പ്രദേശത്തിൻ്റെ രീതി അനുസരിച്ച് ആ വർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അതനുസരിച്ച് കഴിഞ്ഞ വർഷം ആ വർക്ക് ബ്ലോക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലെത്തിയിരുന്നു. പുതിയ ഭരണസമിതി വന്നപ്പോൾ ഒരു 100-100-ൽ കുടുംബങ്ങൾക്ക് അത്യാവശ്യമുള്ള ഒരു പദ്ധതിയാണ് ഇതെന്നും ഒരിക്കലും അത് പിൻവലിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടെന്നും എല്ലാവരും പറഞ്ഞതനുസരിച്ച് നമ്മൾ വീണ്ടും വർക്ക് റിവൈസ് ചെയ്തുകൊണ്ട് ആ പദ്ധതി വീണ്ടും പുനരുജ്ജീവിപ്പിച്ചെടുത്തു. കൂടാതെ 34 ലക്ഷം രൂപ കൂടി അഡീഷണലായിട്ട് അനുവദിച്ചുകൊണ്ട് 74 ലക്ഷം രൂപയുടെ പദ്ധതിയാക്കി മാറ്റി. അതിൻ്റെ ആദ്യ നിർമ്മാണം കിണറിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ഏതാണ്ട് ഒരു പകുതിയോളം അതിൻ്റെ പണി വന്നപ്പോഴാണ് ഇപ്പോൾ മഴ തുടങ്ങി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PAM ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. ഞങ്ങൾ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷക്കാലം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലും ഇത്തരത്തിൽ തന്നെ CFC ഗ്രാന്റ് പരിശോധിക്കുമ്പോൾ പലപ്പോഴും ചെലവഴിക്കാൻ കഴിയാതെ സർക്കാരിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് മാറ്റിക്കുറിച്ചുകൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം സംസ്ഥാനത്ത് തന്നെ 100% പദ്ധതികൾ ചെലവഴിച്ചുകൊണ്ട് 137ാമത്തെ സ്ഥാനത്ത് നിന്ന് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനെ 1-ാം സ്ഥാനത്തേക്ക് കഴിഞ്ഞ 5 വർഷക്കാലം എത്തിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ ചെന്നപ്പോഴും അവിടെയും ഉള്ള പ്രതിസന്ധി CFC ഗ്രാന്റിന്റെ 22% മാത്രമാണ് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഇതിന് മുന്നത്തെ സാമ്പത്തിക വർഷവും ചെലവഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ കൂട്ടായി എടുത്ത തീരുമാനത്തിന്റെ ഫലമായി ഇവിടെ ഈ ടാങ്കിന്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ തൊട്ടടുത്ത ഡിവിഷനുകളിലൊക്കെ CFC ഗ്രാന്റ് എത്രയുണ്ടോ അത് ചെലവഴിക്കുന്നത് ഞങ്ങൾ തയ്യാറാണെന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് 34 ലക്ഷം രൂപ ഈ ഭരണസമിതിക്ക് തുടക്കം കുറിക്കുന്നതിന് മുമ്പേ കഴിഞ്ഞ ഭരണസമിതി ഇട്ടിട്ട് പോയി ചെലവഴിക്കാൻ കഴിയാതെ പോയത് ജോമി തെക്കേക്കരയുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ 74 ലക്ഷം രൂപയുടെ വലിയ പദ്ധതിയാണ് ഇവിടെ രൂപകൽപ്പന ചെയ്യാൻ പോകുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹസീന ശിഹാബ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ് കുഞ്ഞുമോൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മുഹമ്മദ് KA, ഫാത്തിമ മജീദ്, KA അൻസാരി, ജമീല അലി, ഷൗക്കത്ത് MP, മുഹമ്മദ് NP, നിസാമോൾ ഇസ്മായിൽ, നജി ജബ്ബാർ, ജാസ്മിൻ ഷാനവാസ്, നേതാക്കളായ ഇബ്രാഹിം കവലയിൽ, ബോബൻ ജേക്കബ്, MM അലിയാർ, അലി അൾട്ടിമ, KM മൊയ്തീൻ, KA മുഹമ്മദ്, നിസാർ KM, ബാവ PM തുടങ്ങിയവർ സംസാരിച്ചു. എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 40 ലക്ഷം രൂപ അനുവദിച്ച് തുടങ്ങി വെച്ചതാണ് നമ്മുടെ പള്ളിക്കുന്ന് ഈട്ടിപ്പാറ പ്രദേശത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നുള്ള ഈ പ്രൊജക്റ്റ്. പല കാരണങ്ങൾ കൊണ്ടും നമുക്കത് സമയബന്ധിതമായി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അത് എടുത്ത കോൺട്രാക്ടറുടെ ഭാഗത്തു നിന്ന് ചെറിയ വീഴ്ചയുണ്ട്. കാരണം വെച്ചാൽ പുള്ളിക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയില്ല. അവിടെ കുളം താത്താൻ ചെന്നപ്പോൾ അതിനേക്കാൾ വലിയ ദുർഘടമായി. അവിടെ ഹിറ്റാച്ചി ഒന്നും അടുത്ത് നിന്ന് പണിയാൻ പറ്റാത്തവിടം അത് അങ്ങോട്ട് താണ്ടുപോകുന്ന മണ്ണിന് ബലമില്ലാത്ത പ്രശ്നം വന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുളത്തിൻ്റെ പണി ഏതാണ്ട് 4-1 കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം പറഞ്ഞത്. അപ്പോൾ ജോമി പോയി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സംസാരിച്ചപ്പോൾ ടാങ്കിൻ്റെ പണി നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ AICയും എക്സിക്യൂട്ടീവ് പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ ടാങ്കിൻ്റെ പണി സമാരംഭിക്കുകയാണ്. 150 കുടുംബങ്ങൾക്ക് ശുദ്ധജലം യഥേഷ്ടം ലഭിക്കുന്ന വലിയ പദ്ധതിയാണിത്. 50,000 ലിറ്റർ ശേഷിയുള്ള ടാങ്കാണ് നിർമ്മിക്കുന്നത്. കിണർ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ വീടുകളിലും കണക്ഷൻ നൽകുന്ന രീതിയിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് തീരുമാനം. മീഡിയ 60 ന്യൂസ്, കോതമംഗലം.